സംബന്ധിച്ച് എല്ലാ വീടുകളും നേരിട്ടറിയുന്ന വീടായതുകൊണ്ട് ഒരു വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. അവിടെ സംസാരിച്ച്, കാരണം നമ്മളെ ഒരുപാട് കാലത്തെ 10-15 വർഷക്കാലത്തെ നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ആളുകൾ നേരിട്ട് അറിയുന്ന ഒരാളാണ്. എല്ലാ വീടുകളിലും ഒറ്റയ്ക്ക് തന്നെ പോയി വോട്ടഭ്യർത്ഥിക്കാനും അവരിൽ സംസാരിക്കാനും പറ്റുന്ന തരത്തിൽ എനിക്കൊരു പോലെ ആത്മബന്ധം ഈ നാടുമായിട്ടുണ്ട്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ, കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലെത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പോരൂർ പഞ്ചായത്തിലെ 6ാം വാർഡായ കോട്ടക്കുന്നിലാണ്. നമ്മുടെ കൂടെയുള്ളത് LDF സ്ഥാനാർത്ഥി AK ഷിഹാബുദ്ദീനാണ്. നമുക്ക് അവരോട് വോട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഷിഹാബക്ക, എവിടെ എത്തി പ്രചരണങ്ങളൊക്കെ? എത്ര റൗണ്ട് പൂർത്തിയാക്കി? തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 2 റൗണ്ട് എല്ലാ വീടുകളിലും പൂർത്തീകരിച്ചു. എന്നെ സംബന്ധിച്ച് എല്ലാ വീടുകളും നേരിട്ടറിയുന്ന വീടായതുകൊണ്ട് ഒരു വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. അവിടെ സംസാരിച്ച്, കാരണം നമ്മളെ ഒരുപാട് കാലത്തെ 10-15 വർഷക്കാലത്തെ നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ആളുകൾ നേരിട്ട് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ്, നമുക്കൊരു വിജയസാധ്യത ഉള്ള വാർഡ് തന്നെയാണ് നമുക്കുള്ളത്. എന്തായാലും നല്ല അനുകൂലമാണ്, ആളുകളൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നുണ്ട്? ഒരുപാട് ആവശ്യങ്ങൾ, ആളുകൾ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ചില പുതിയ നഗറുകൾ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നഗറുകളൊക്കെ ഉണ്ടല്ലോ, ആ നഗറുകളിലൊക്കെ ആളുകൾ ഈ കക്കൂസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. വീടിൻ്റെ തേപ്പുമായി ബന്ധപ്പെട്ട റിപ്പയറിങ്ങിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. നമ്മളത് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ജയിച്ചു വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്നുള്ളത് നമ്മൾ ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആളുകൾ നമ്മളെ വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം വന്ന സ്ഥാനാർത്ഥിയല്ല, മറിച്ച് ഇവിടെ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു വ്യക്തി എന്നുള്ളതിൽ എന്നെ ഇവിടെ ഏതാണ്ട് ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ എന്നെ നേരിട്ടറിയാം, ഒരു പ്രായമായ ആളുകൾക്ക് നേരിട്ടറിയാം. എല്ലാ വീടുകളിലും ഒറ്റയ്ക്ക് തന്നെ പോയി വോട്ടഭ്യർത്ഥിക്കാനും അവരിൽ സംസാരിക്കാനും പറ്റുന്ന തരത്തിൽ എനിക്കൊരു പോലെ ആത്മബന്ധം ഈ നാടുമായിട്ടുണ്ട്. മത്സരരംഗത്ത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ ഒരു ബാങ്കിലെ ജീവനക്കാരനാണ്. അതിനപ്പുറത്ത് നമ്മളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വണ്ടൂർ സ്കൂളിലെ BMCയുടെ PTA പ്രസിഡന്റായി ഒരുപാട് നിന്നിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ രംഗത്തും ഈ കോട്ടക്കുന്നിൻ്റെ പൊതുരംഗത്തൊക്കെ എല്ലാ കാര്യങ്ങളും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക രംഗത്തൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകാനുള്ളത്? എന്നെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ആളുകളെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം ആളുകളുടെ പാർപ്പിടം, അതുപോലെ തന്നെ കുടിവെള്ളം, വൈദ്യുതി, ഇങ്ങനെ ജീവനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും ആധികാരികമായൊരു വിഷയമാണത്. ആ വിഷയമാണത് നമ്മൾ കണക്കിലെടുത്ത് ചെയ്യും. അപ്പുറത്തേക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല, കാരണം നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് കളിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഞ്ചായത്തിലെ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു പദ്ധതി തന്നെ ഉണ്ട്, ഒരു പഞ്ചായത്തിനകത്ത് ഒരു സ്റ്റേഡിയം എന്നുള്ളത്. അതിൻ്റെ ആദ്യഘട്ട ഒരു നീക്കം നമ്മളിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നമ്മൾ വാർഡിനകത്ത് നേരിട്ടൊരു കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അന്ന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ആയിരുന്നു. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഞ്ചായത്ത് ഭരണസഭയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു വാർഡ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ കാര്യങ്ങൾക്ക്, കാരണം അങ്ങനെയാണല്ലോ കായിക രംഗത്തും കൂടി നമ്മൾ ആളുകളെ വീടുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ റോഡും വീടും വൈദ്യുതി അല്ല, അതിനപ്പുറത്തേക്ക് ആ മേഖലയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി നമ്മളെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ നമ്മൾ ഇവിടുത്തെ റോഡുകൾ, നിങ്ങൾ വരുന്ന പുളിയക്കോടുമായി കോട്ടക്കുന്നിലേക്ക് വരുന്ന റോഡ് നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് ഒരുപാട് കാലമായി നമ്മൾ പലപ്പോഴും ആ പരാതികളും പിന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലും അതൊന്നും ചെവി കൊണ്ടില്ല. ഇതിനും ഭരണത്തിൻ്റെ പഞ്ചായത്താണെങ്കിലും മറ്റ് സംവിധാനങ്ങളൊന്നും കൊണ്ടില്ല. അപ്പോൾ അതിനടിസ്ഥാനപരമായ റോഡിൻ്റെ പശ്ചാത്തല വികസനം എന്നുള്ളതും നമ്മൾ അജണ്ടയിലുള്ള കാര്യത്തിന് അതാണ് ഏറ്റവും വേണ്ടത്. അപ്പം അങ്ങനെ എല്ലാ രംഗത്തും അത് എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയാം, അതിലൊക്കെ ഇടപെടും എന്നുള്ളത്. നമ്മൾ മുൻകാലത്ത് മെമ്പർ അല്ലെങ്കിലും ഇത്ര നിരന്തരമായ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന വ്യക്തി എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് എൻ്റെയും ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം. അവസാനമായിട്ട് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചിഹ്നം തിരഞ്ഞ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിക്കുന്നത്. കാരണം സ്വതന്ത്രം എന്ന് പറയുന്ന ജനങ്ങളെ, എൻ്റെ ക്യാപ്ഷനുകൾ കണ്ടോ, ജനങ്ങളുടെ ഷിഹാബ് എന്നാണ് ഒരു ക്യാപ്ഷൻ ബോർഡുകൾ കണ്ടു ഞങ്ങൾ.
അപ്പോൾ ആ തരത്തിൽ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കുടയടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് എന്നെ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത്. ജയിക്കുന്ന പക്ഷം അവരോടൊപ്പം ഏത് സമയവും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകാനുള്ളത്. എന്തായാലും ജനങ്ങൾ വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.